ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ 44-ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ബയോളജിയിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. PSC എക്സാമിൽ ഈ ഒരു ഭാഗത്ത് നിന്നും 1-2 മാർക്ക് ചോദിക്കാറുണ്ട്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെയാണ് ജനിതക വൈകല്യങ്ങൾ, രോഗാണുബാധ, ജീവിതശൈലികൾ. ഈ ജീവിതശൈലികളിൽ വരുന്നതാണ് ആഹാരം, വ്യായാമം, വിശ്രമം, അതേപോലെ തന്നെ ഉള്ള എല്ലാ ശീലങ്ങളും വരുന്നത് ഈ പറയുന്ന ജീവിത ശൈലികളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 എണ്ണമാണുള്ളത്. അതിലൊന്നാണ് ജനിതക വൈകല്യങ്ങൾ, 2 രോഗാണുബാധ, 3 ജീവിതശൈലികൾ. ഈ ജീവിതശൈലികൾ എന്ന് പറയുന്നതിൽ വരുന്നതാണ് ആഹാരം, വ്യായാമം, വിശ്രമം, ശീലങ്ങൾ തുടങ്ങിയവയെല്ലാം. ഓക്കെ, ഇനി രോഗങ്ങൾ. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. ഓക്കെ, അപ്പോൾ ലോകാരോഗ്യ സംഘടന എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1948 ഏപ്രിൽ 7-നാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ചേക്കണ ബേസ് ലെവൽ ചോദ്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവയാണ്. ലോക ആരോഗ്യ ദിനം എന്നാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഏപ്രിൽ 7 ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോക ആരോഗ്യ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 7. ഓക്കെ, ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത്. ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് വസൂരി വാക്സിൻ. വസൂരി വാക്സിനാണ് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ. ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വസൂരി വാക്സിനാണ്. വസൂരി വാക്സിൻ. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. ചോദിച്ച ചോദ്യമാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് താഴെ പറയുന്നവയിൽ ഏത് ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് ജെന്നർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചരണം ആരംഭിച്ച വർഷമാണ് 1995 ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ചത് 1995. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2014 മാർച്ച് 27. ഈ ചോദ്യവും നിലവിൽ PSC ചോദിച്ചേക്കണ ചോദ്യമാണ്. എന്നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 2014 മാർച്ച് 27 മക്കളെ ശ്രദ്ധിക്കുക, ഓർത്തു വയ്ക്കുക, ഉറപ്പാണ്, 1 മാർക്ക്. ലോക പോളിയോ ദിനം എന്നാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്ന പേരിലാണ്. അപ്പോൾ പാത്തോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗകാരികൾ അറിയപ്പെടുന്ന പേരിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരികളെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പാത്തോളജി എന്ന പേരിലാണ്. അപ്പോൾ ഇതും ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഡിസീസസ് എന്താണ്? ഈ പറയുന്ന പാത്തോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് പാത്തോളജി. രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 2ആയി തരംതിരിക്കാം. പകരുന്ന രോഗങ്ങളെന്നും പകരാത്ത രോഗങ്ങളെന്നും. ഓക്കെ, അപ്പോൾ
പകരുന്നവ അല്ലെങ്കിൽ പകരാത്തവ എന്ന രോഗങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു പറയാം. എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ 3 എന്ന് നമ്മൾ പറഞ്ഞു. ജനിതക വൈകല്യങ്ങൾ, രോഗാണുബാധ, ജീവിതശൈലികൾ. ജീവിതശൈലികളിൽ വരുന്നതാണ് ആഹാരം, വ്യായാമം, വിശ്രമം, അതേപോലെ നമ്മുടെ ശീലങ്ങൾ തുടങ്ങിയവ. ഇനി രോഗങ്ങൾ, നമുക്കറിയാം ലോകാരോഗ്യ സംഘടന എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ജനീവയാന്നുള്ളത് ഓർക്കുക. ലോകാരോഗ്യ ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഇനി നിങ്ങൾ തെറ്റിക്കരുത്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ഓർത്തു വയ്ക്കുക. നമ്മുടെ തന്നെ ആരെങ്കിലും പിറന്നാളൊക്കെ ആണെന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928 ആദ്യമായി വസൂരി വാക്സിൻ ആരാണ് വികസിപ്പിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ അത് എഡ്വേർഡ് ജെന്നർ ആണ്. വസൂരി വാക്സിൻ. ഓക്കെ, അത് ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിനാണ് ഏതെന്ന് പറയുന്നത് വസൂരി വാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ച വർഷമാണ് 1995. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27. ലോക പോളിയോ ദിനമാണ്. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. രോഗകാരികൾ അറിയപ്പെടുന്നതാണ് പാത്തോജൻസ്, എന്നാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജി എന്ന പേരിലാണ്. ശ്രദ്ധിക്കുക, രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ് എന്ന പേരിലും എന്നാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പാത്തോളജി എന്ന പേരിലാണ്. നമ്മൾ പറഞ്ഞു രോഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 2 തരംതിരിക്കാം. അതിൽ ഒന്നാണ് പകരുന്ന രോഗങ്ങളും അതേപോലെ തന്നെ പകരാത്ത രോഗങ്ങളും. ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അതായത് വൈറസ് രോഗങ്ങൾ, അതേപോലെ തന്നെ ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, വിരമുഖേനയുള്ള രോഗങ്ങൾ. ഇത്രയും കാറ്റഗറിയാണ് പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം: വൈറസ് രോഗങ്ങൾ, ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പ്രോട്ടോസോവ രോഗങ്ങൾ, വിരമുഖേനയുള്ള ഈ 5 കാറ്റഗറിപ്പെട്ട രോഗങ്ങളും പകരുന്ന രോഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ജീവിതചര്യ രോഗങ്ങൾ, അതേപോലെ തന്നെ അപര്യാപ്തത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ. ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ് ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നത്. അതായത് ജീവിതചര്യ രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ. ഓക്കെ, ഇനി പ്രധാന ജീവിതചര്യ രോഗങ്ങളാണ് നമ്മുടെ പൊണ്ണത്തടി, കൊളസ്ട്രോള്, ആർത്രൈറ്റീസ്, രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതിരോക്ലറോസിസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ജീവിതചര്യ രോഗങ്ങളാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങളെന്ന് നമ്മൾ പറയുന്നത്. അതായത് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19 ഇതൊക്കെ എന്താണ്? സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ സാംക്രമിക രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായിട്ടുള്ള രോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെരി വെരി ഇമ്പോർട്ടൻ്റ്, സാംക്രമിക രോഗങ്ങളെന്ന്. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, COVID-19. ഓക്കെ, ഇതൊക്കെ എന്താണ്? നിലവിലെ സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം. അതായത് രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്
അതേപോലെ തന്നെ ആ ശരീരത്തിൽ പ്രവേശിച്ച വൈറസുകൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സാംക്രമിക രോഗങ്ങളെന്ന് വിളിക്കാം. ഇനി കോളറ, വയറുകടി എന്നീ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS ലായനി. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കോളറ, വയറുകടി എന്നിവ ഉള്ള രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനിയാണ് ORS ലായനി. ORSന്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ എന്നുള്ളതാണ് ORSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും വേണമെങ്കിൽ ഈ പറയുന്ന 10th പ്രിലിംസ്, അതേപോലെ എന്താണ് നിലവിൽ ഈ പറയുന്ന പ്രിലിംസ് എക്സാമുകൾക്കും, അതേപോലെ തന്നെ എന്താണ് ഡിഗ്രി വരെയുള്ള പ്രിലിംസ് എക്സാമുകൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ എക്സാമുകളൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. LGS നിലവാരത്തിൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രിലിംസ് സ്റ്റേജ് 1 വന്നത്. ഇനി 2 നമുക്ക് ഇതേപോലെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ORS അതായത് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് സൊല്യൂഷൻ ആണ് ORS എന്നതിൻ്റെ മുഴുവൻ നാമം എന്ന് പറയുന്നത്. ഓക്കെ, ORS ലായനിയിലെ ഘടകങ്ങൾ ഇതും ചോദിച്ചിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഗ്ലൂക്കോസുമാണ് എന്തെന്ന് പറയുന്നത് ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ ORS ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഗ്ലൂക്കോസ് എന്നിവയാണ്. പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം, അതേപോലെ തന്നെ സാവധാനത്തിൽ പകരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? കുഷ്ഠമാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് കുഷ്ഠമാണ്. അതേപോലെ തന്നെ സാവധാനത്തിൽ പകരുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും കുഷ്ഠം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കിന് കാരണമാകുന്നത് ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ അത് ന്യൂമോണിയയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് ന്യൂമോണിയ. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ന്യൂമോണിയ. 5 വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ DPT വാക്സിൻ 5 വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പ് ഇതും ചോദിച്ചേക്കുന്നതാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പ് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് DPT വാക്സിൻ ആണെന്നുള്ളത് ഓർക്കുക. DPT വാക്സിൻ തടയുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഈ 3 രോഗങ്ങളുമാണ് നിലവിൽ DPT വാക്സിൻ കൊണ്ട് നമുക്ക് തടയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് രോഗങ്ങളെന്ന് ചോദിച്ചാൽ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് ആണ് DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ടൈഫസ് രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പേനാണ് ടൈഫസ് രോഗത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈഫസ് രോഗത്തിന് കാരണം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ പേനാണ്. പേൻ കൊണ്ടാണ് ടൈഫസ് രോഗം ഉണ്ടാകുന്നത്. സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണമാണ് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ. ലോകത്തിലെ ആദ്യത്തെ മലമ്പനി പ്രതിരോധ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ RTS ആണ്. മോസ്ക്യൂരിക് എന്നതാണ് ഈ വാക്സിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മലമ്പനി പ്രതിരോധ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിനാണ് RTS എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മോസ്ക്യൂരിക്സ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. ഓക്കെ, റോട്ട വാക്സിനേഷൻ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ റോട്ട വാക്സിനേഷൻ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ് ഡെങ്കു വാക്സിയ. അപ്പോൾ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് ഡെങ്ക് വാക്സിയ. ഡെങ്ക് വാക്സിയാണ് ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെങ്ക് വാക്സിയ എന്നുള്ളത് ഓർക്കുക. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. അപ്പോൾ സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗില്ലൻ ബാരി ആണെന്നുള്ളത് ഓർക്കുക. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും
തടഞ്ഞ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് ക്യൂബയാണ്. ഇതിലൊരു കൺഫ്യൂസിങ് കൂടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ രാജ്യം ചോദിച്ചാൽ അത് ക്യൂബയാണ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ രാജ്യമാണ് ക്യൂബ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ഏഷ്യൻ രാജ്യം, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് തായ്ലൻഡ് ആണ്. എന്നാൽ ആദ്യം തടഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യൂബയാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യമാണ് ക്യൂബ. എന്നാൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് തായ്ലൻഡ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ചത് 1987 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1987 ഓർക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലദോഷമാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ തെറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ജലദോഷമാണ്. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുനൂർ, തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കുനൂർ, തമിഴ്നാടാണ്. നീറി, അതായത് നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്, നാഗ്പൂരിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. PSC എക്സാമിൽ നാഗ്പൂരുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ GK ചോദ്യമുണ്ട്. ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെന്ന് പറയുന്നത് നാഗ്പൂർ സിറ്റിയെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മറ്റൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൈസൂർ, കർണാടകയാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മൈസൂർ, കർണാടക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ഒരു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ നിർമ്മാണം എവിടെയാണ് ഇത് നടക്കുന്നത്, പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം എന്ന് ചോദിച്ചേക്കണേ സ്റ്റോക്ക് GK ആണ്. കാരണം പ്രീവിയസ് നിങ്ങൾ ചെയ്തു പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം പിംപ്രി, മഹാരാഷ്ട്ര. അപ്പോൾ പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം ശ്രദ്ധിക്കുക, പുതിയ പിള്ളേരെ എഴുതി വെച്ചു പഠിച്ചോ, ഉറപ്പാണ് ഒരു മാർക്ക്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം പിംപ്രി, മഹാരാഷ്ട്രയാണ്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം പിംപ്രി, മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അതേപോലെ തന്നെ അത് നിലവിൽ എവിടെയാണെന്നുള്ളതും ഞാൻ ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കുനൂർ, തമിഴ്നാടാണ്. നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ, മഹാരാഷ്ട്രയാണ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൈസൂർ, കർണാടകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹൈദരാബാദാണ്. പെൻസിലിൻ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പിംപ്രി, മഹാരാഷ്ട്രയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ചത് 87 ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജലദോഷമാണ്. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് കുനൂർ ഓർക്കുക. അതേപോലെ തന്നെ നാഷണൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരാണ്. ഓക്കെ, ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അനോഫിലസ് കാരണമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലമ്പനിയാണ്. അനോഫിലസ് കാരണമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അനോഫിലസ് കാരണമാകുന്ന രോഗമാണ് മലമ്പനി. ഓക്കെ, ഇനി നമുക്ക് COVID-19 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു മേഖലയായിരുന്നു COVID-19. അപ്പോൾ 2020, 2021 എക്സാമുകളിലൊക്കെ ഒരു ചോദ്യം ഷുവറായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രസക്തി നശിച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. COVID-19
ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിൻ്റെ അർത്ഥം കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം. WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫൈസർ വാക്സിനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിനായിരുന്നു ഫൈസർ വാക്സിൻ. പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരായിരുന്നു COVID-19, കൊറോണ വൈറസ് ഡിസീസ് 2019. ഓക്കെ, അപ്പോൾ പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരായിരുന്നു COVID-19. COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2. ഓക്കെ, അപ്പോൾ SARS-CoV-2 എന്നുള്ളതാണ് COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമം. കൊറോണ ഏത് തരം രോഗമാണെന്ന് ചോദിച്ചാൽ മക്കളെ, പാൻഡമിക് ആണ്. അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, പാൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, പാൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി COVID-19 ഏത് കുടുംബത്തിൽപ്പെട്ട വൈറസ് ആണെന്ന് ചോദിച്ചാൽ കൊറോണ വിരിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ടതാണ് COVID-19 എന്ന് പറയുന്ന വൈറസ്. അപ്പോൾ COVID-19 ഏത് തരം ഫാമിലിയിൽപ്പെട്ട വൈറസ് ആണെന്ന് ചോദിച്ചാൽ കൊറോണ വിരിഡെ. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. ഓക്കെ, അപ്പോൾ COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. ഡോക്ടർ ലീ വെൻലിയാങ് ആണ് COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീ വെൻലിയാങ്. ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ലീ വെൻലിയാങ് കൊറോണ വൈറസിന് നൽകിയ പേരായിരുന്നു നോവൽ കൊറോണ. ഓക്കെ, അപ്പോൾ ഡോക്ടർ ലീ വെൻലിയാങ് കൊറോണ വൈറസിന് നൽകിയ പേരാണ് നോവൽ കൊറോണ. 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാണ്? ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. വുഹാൻ, ചൈന. അപ്പോൾ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത പട്ടണം ലോകത്തിലെ തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലാണ്. എന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 2019 ഡിസംബർ 31 ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വുഹാനാണ്. വുഹാൻ എവിടെയാണ്? ചൈനയിലെ പട്ടണമാണ്. 2019 ഡിസംബർ 31 ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തത്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ്. ഓക്കെ, അപ്പോൾ ചൈനയ്ക്ക് പുറത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? തായ്ലൻഡിലാണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ തായ്ലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കേരളം. അതായത് തൃശ്ശൂരാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത്. എവിടെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനം കേരളമാണ്. ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തൃശ്ശൂരാന്നുള്ളതും ഓർക്കുക. കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ലയാണ് ആലപ്പുഴ, മൂന്നാമത്തെ കാസർഗോഡ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എവിടെയാണ്? സംസ്ഥാനം കേരളമാണ്. ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. രണ്ടാമതായിട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ആലപ്പുഴയാണ്. മൂന്നാമത് കാസർഗോഡാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായി COVID-19 മരണം സംഭവിച്ച സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണെന്നുള്ളത് ഓർക്കുക. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ ഗൾഫ് നാടുകളിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബഹ്റിനാണുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗൾഫ് നാടുകളിലെ ആദ്യത്തെ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ബഹ്റിനാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമായിരുന്നു ഫിലിപ്പൈൻസ്. ഓക്കെ, അപ്പോൾ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫ്രാൻസ്.
കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 2020 ജനുവരി 30 ഓർത്തു വയ്ക്കുക. 2020 ജനുവരി 30. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 മാർച്ച് 22. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ ആരംഭിച്ചത് എന്നാ ചോദിച്ചാൽ അത് 2020 മാർച്ച് 22. ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചത് 2020 മാർച്ച് 25. ഓക്കെ, അപ്പോൾ എന്നാണ് ഈ പറയുന്ന ഇന്ത്യയിൽ 21 ദിവസത്തേക്കുള്ള ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2020 മാർച്ച് 25. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമല്ല, ഏതാണ്? പഞ്ചാബാണ്. അപ്പോൾ കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പോൾ COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? യെസ്, രാജസ്ഥാനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ COVID-19 വ്യാപനം തടയുന്നതിന് വേണ്ടി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അതേപോലെ തന്നെ അന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, PYQ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടിട്ടുണ്ടാവും. അതായത് കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ചോദിച്ച ചോദ്യമാണ്, കൊറോണ വൈറസ് വ്യാപനത്തെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. മക്കളെ, അങ്ങനെയാണെങ്കിൽ ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബ്രോങ്സ് മൃഗശാല ന്യൂയോർക്കാണ്. അപ്പോൾ ബ്രോങ്സ് മൃഗശാല ന്യൂയോർക്കിലെ എന്താണ് നാദിയ എന്ന കടുവയ്ക്കാണ് ആദ്യമായിട്ട് COVID-19 സ്ഥിരീകരിച്ച മൃഗം. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ചോദിച്ചാൽ അത് ജപ്പാനാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. COVID-19 വാക്സിൻ ആദ്യമായിട്ട് കുത്തിവെച്ചത് ആരിലാന്ന് ചോദിച്ചാൽ അത് മനീഷ് കുമാറിലാണ് COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് മനീഷ് കുമാറാന്നുള്ളത് ഓർക്കുക. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സംരംഭത്തിന്റെ പേരായിരുന്നു വാക്സിൻ മൈത്രി. ഈ ചോദ്യവും നിലവിൽ എന്ത് ചെയ്തേക്കുന്നതാണ്? ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിക്കുന്ന
സംരംഭത്തിൻ്റെ പേരായിരുന്നു വാക്സിൻ മൈത്രി എന്നുള്ളത് ഓർക്കുക. കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ PCR ഉണ്ട്, അതേപോലെ തന്നെ നാറ്റും ഉണ്ട്. ഓക്കെ, NT-PCR നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോഴും കൊറോണ വൈറസ് ചെറിയ തോതിലൊക്കെ പല സ്ഥലങ്ങളിലും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിനുള്ള പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. മാക്സിമം എന്ത് ചെയ്യുക, മഴ നനയാതെ ഒക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ ചെറിയ പനികളും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ജലദോഷവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠനത്തെ വലിയ തോതിൽ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, സൂക്ഷിച്ച് അതേപോലെ തന്നെ എന്താണ് ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടേക്ക് പോവുക. കഴിവതും എന്താണ് തണുത്ത വെള്ളങ്ങളൊന്നും കുടിക്കാതെ, അതേപോലെ തന്നെ പുറമേ നിന്നുള്ള ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുക. ചൂടൻ ഫുഡുകളൊക്കെ കഴിക്കുക, ചൂടുവെള്ളം കുടിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നിന്നുള്ള പ്രതിവിധികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ PCR അതേപോലെ തന്നെ നാറ്റുമാണ്. PCR-ൻ്റെ ഫുൾ ഫോം എന്താ ചോദിച്ചാൽ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് PCR. നാറ്റ് ആണെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നുള്ളതാണ്. വേണമെങ്കിൽ ചോദിക്കാം PCR-ൻ്റെ ഫുൾ ഫോം താഴെ പറയുന്നവയിൽ ഏതാണ്? പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ ആണ് PCR. എന്നാൽ നാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണെന്നുള്ളതും ഓർക്കുക. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രോഗങ്ങളാണ് മർസും അതേപോലെ തന്നെ സാർസും. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ സംഭവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 6ാമത്തെ സംഭവമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊറോണയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കിരീടം അല്ലെങ്കിൽ പ്രഭാവലയം എന്നതാണ് കൊറോണ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. WHO അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയ ആദ്യത്തെ വാക്സിൻ ആയിരുന്നു കൊറോണയ്ക്കെതിരായിട്ടുള്ളത് ഫൈസർ വാക്സിൻ. ഓക്കെ, പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേരായിരുന്നു COVID-19. ഇനി COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2. കൊറോണ ഏത് തരം രോഗമാണെന്ന് ചോദിച്ചാൽ ഒരു പാൻഡമിക് രോഗമാണ്. അതായത് ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണ് പാൻഡമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. COVID-19 ഏത് കുടുംബത്തിലെ വൈറസാണെന്ന് ചോദിച്ചാൽ കൊറോണ വിരിഡേ. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. ഓക്കെ, അപ്പോൾ COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. ഡോക്ടർ ലീ വെൻലിയാങ് കൊറോണ വൈറസിന് നൽകിയ പേരെന്താന്ന് ചോദിച്ചാൽ നോവൽ കൊറോണ എന്നുള്ളതാണ്. ഡോക്ടർ ലീ വെൻലിയാങ് കൊറോണ വൈറസിന് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്നത്? നോവൽ കൊറോണ. 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണമാണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 2019 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം COVID-19 വുഹാൻ, ചൈനയാണ്. എന്നാണ് എന്ന് ചോദിച്ചാൽ മക്കളെ 2019 ഡിസംബർ 31. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ് ആദ്യം കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. 2ാമത് ആലപ്പുഴ, 3ാമത് കാസർഗോഡ്. ഇനി ഇന്ത്യയിൽ ആദ്യം COVID-19 മരണം സംഭവിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണെന്നുള്ളത് ഓർക്കുക. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? ബഹ്റിനാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്തായി ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസുമാണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച വർഷം 2020 ജനുവരി 30. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിൽ ജനതാ കർഫ്യൂ അന്നൊക്കെ ചോദിച്ച ചോദ്യമായത് 2020 മാർച്ച് 22. ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് 1ാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചത്
2020 മാർച്ച് 25. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് കേരളം. കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. അതേപോലെ തന്നെ COVID-19 വ്യാപനം തടയുന്നതിനായി ആദ്യമായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാൻ. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായിട്ട് ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ്. COVID-19 ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗമായ നാദിയ എന്ന കടുവ ഏത് മൃഗശാലയിലാണെന്ന് ചോദിച്ചാൽ ബ്രോങ്സ് മൃഗശാലയാണ്, ന്യൂയോർക്ക്. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമേതാണെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. COVID-19 വാക്സിൻ സ്ഥിരീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, ആദ്യമായിട്ട് COVID-19 വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിൻ്റെ പേരാണ് വാക്സിൻ മൈത്രി. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, NAT ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അതേപോലെ തന്നെ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ് എന്ന് ചോദിച്ചാൽ 6ാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവം? 6ാമത്തെ. എപ്പിഡമിക് ഡിസീസസ് ആക്ട്, പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. അപ്പോൾ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സാക്കിയത് 1897 എപ്പിഡമിക് ആക്ട് പാസ്സാക്കിയത്. അപ്പോൾ ഓർത്തു വച്ചോ, ആക്രാന്തം മൂർത്ത് തെറ്റിക്കരുത്. ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സാക്കിയത് 1897. എപ്പിഡമിക് ഡിസീസസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് 2020 ജൂൺ 22 ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സാക്കിയത് 1897. കേരളത്തിൽ ഇത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2020 ജൂൺ 22. അപ്പോൾ 2020 എന്ത് ചെയ്തു? നിയമം കൊണ്ടുവന്നു പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പിഡമിക് ഡിസീസസ് ആക്ട്. പക്ഷെ അത് നിലവിൽ വന്നത് 2020 ജൂൺ 22. അപ്പോൾ എന്താണ് 2020 എന്ത് ചെയ്തു? ഓർഡിനൻസ് പുറപ്പെടുവിച്ച് വന്നു. പക്ഷേ 2020 ജൂൺ 22 ഈ നിയമം നിലവിൽ വന്നതെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് പൊതുവായ കുറച്ച് വിവരങ്ങളാണ്. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ, അന്നൊക്കെ ഇത് ഭയങ്കര അധികം എന്തായിരുന്നു, ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അതായത് കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1056. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ് നേടിയ ആപ്പ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യം, ആരോഗ്യ സേതു ആപ്പ്. നമുക്കറിയാം അന്നൊക്കെ ആൻഡ്രോയിഡ് മൊബൈലോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഏതൊരാളുടെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു. നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ കൊണ്ടുപോയി നടക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പായിട്ടും അതേപോലെ തന്നെ ആളുകളെല്ലാം അത് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പും കൂടിയാണ് ആരോഗ്യ സേതു ആപ്പ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. ഓക്സ്ഫോർഡ് സർവകലാശാല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി വികസിപ്പിച്ച് എടുത്ത വാക്സിൻ്റെ പേരാണ് കോവിഡ് ഷീൽഡ് എന്ന് പറയുന്നത്. അന്ന് ചോദിച്ചിട്ടുണ്ട് ആരൊക്കെ ചേർന്നായിരുന്നു കോവിഡ് ഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ചത്. അത് ആരൊക്കെയാണ്? ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് വികസിപ്പിച്ച വാക്സിനാണ് കോവിഡ് ഷീൽഡ്. ഓക്സ്ഫോർഡ് സർവകലാശാലയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ
തദ്ദേശീയ കോവിഡ് വാക്സിൻ്റെ പേരാണ് കോവാക്സിൻ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കോവിഡ് വാക്സിനാണ് കോവാക്സിൻ. ബാക്ടീരിയ രോഗങ്ങൾ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പഠിക്കണം ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്, വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്, പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് ബാക്ടീരിയ രോഗങ്ങളാണ് പഠിക്കേണ്ടത്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാക്ടീരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാന്ന് PSC ചോദിച്ചേണ്ട മക്കളെ, ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. ഈ സൂപ്പർ ബഗ് ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദമോഹൻ ചക്രബർത്തി. ആനന്ദമോഹൻ ചക്രബർത്തി. പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ, ന്യൂമോണിയോ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, വില്ലം ചുമ, കുഷ്ഠം, അതേപോലെ ടെറ്റനസ്, ആന്ത്രാക്സ്, ഡിഫിലിസ്, മെനിഞ്ചൈറ്റിസ്, ഗൊണേറിയ, ബോട്ടുലിസം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇതിന് കോഡുണ്ട്. കോഡ് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് കോഡായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം തരാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ബാക്ടീരിയ രോഗങ്ങൾ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ, കോഡായിട്ട് തരാം. ഓക്കെ, ഇനി രോഗം അതേപോലെ തന്നെ രോഗകാര്യമാണ്. കോളറ. കോളറ ഏതാണ്, വിബ്രിയോ കോളറയാണ് പരത്തുന്നത്. ഓക്കെ, അപ്പോൾ രോഗകാരി എന്ന് പറയുന്നത് വിബ്രിയോ കോളറി, കോസ്ഡ് ബൈ വിബ്രിയോ കോളറ. ഇനി പ്ലേഗ് ആണെങ്കിലോ അത് എഴ്സീനിയ പെസ്റ്റിസ് ആണ്. എഴ്സീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് പരത്തുന്ന രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ അത് എഴ്സീന പെസ്റ്റിസ് ആണ്. എഴ്സീന പെസ്റ്റിസ്. അടുത്തതാണ് കുഷ്ഠം, ലെപ്പറസി. അതാണ് മൈക്രോബാക്ടീരിയം ലെപ്രെ. മൈക്രോബാക്ടീരിയം ലെപ്രെ. ആന്ത്രാക്സ് ഏതാണ്, ബാസിലസ് ആന്ത്രാസിസ് ആണ് പരത്തുന്നത്. ബാസിലസ് ആന്ത്രാസിസ്. ന്യൂമോണിയ അത് സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ ആണ്. സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ. അടുത്തത് എലിപ്പനിയാണ്. ഓക്കെ, എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്റ്ററോഹെമറോജിക്ക. ഓക്കെ, അപ്പോൾ എലിപ്പനി ലെപ്ട്രോസിസ് എന്താണ് പരത്തുന്നതെന്ന് ചോദിച്ചാൽ രോഗകാരി ലെപ്റ്റോസ്പൈറ ഇക്റ്ററോഹെമറോജിക്കയാണ്. അടുത്തത് വില്ലൻ ചുമ. വില്ലൻ ചുമ ഏതാ, ബോഡെറ്റല്ല പെർട്ടൂസിസ്. അടുത്തത് ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് പരത്തുന്നത്. ടൈഫോയിഡ്, സൽമൊണല്ല ടൈഫി. അടുത്തത് ക്ഷയമാണ്, ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ബാസിലസ് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഓക്കെ, അടുത്തത് ബോട്ടുലിസമാണ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. അടുത്തത് സിഫിലിസ് ആണ്, ട്രെപ്പോലിമ പല്ലിടം. ഓക്കെ, ട്രെപ്പോലിമ പല്ലിടം. ഓക്കെ, അടുത്തത് ഗൊണേറിയ ആണ്, നൈസീറിയ ഗൊണേറിയ. നൈസീറിയ ഗൊണേറിയ. അടുത്തത് ക്ലാമീഡിയാസിസ്. ക്ലാമീഡിയാസിസ് ക്ലാമീഡിയ ട്രാക്കോമാറ്റിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് രോഗങ്ങളും രോഗകാരികളും. അപ്പോൾ ഇത് ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3, 4 തവണ എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് പഠിക്കുന്നതായിരിക്കും. PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് നമ്മുടെ റൂമിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണും. അങ്ങനെ കണ്ട് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കോളറ, വിബ്രിയോ കോളറ. പ്ലേഗ്, എഴ്സീനിയ പെസ്റ്റിസ്. കുഷ്ഠം, മൈക്രോബാക്ടീരിയം ലെപ്രെ. ആന്ത്രാക്സ്, ബാസിലസ് ആന്ത്രാസിസ്. ന്യൂമോണിയ, സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്റ്ററോഹെമറോജിക്ക. അടുത്തത് വില്ലൻ ചുമ, ബോഡെറ്റല്ല പെർട്ടൂസിസ്. ടെറ്റനസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടൈഫോയിഡ്, സൽമൊണല്ല ടൈഫി. അതേപോലെ ട്യൂബർക്കുലോസിസ്, ട്യൂബിക്കൽ ബാസിലസ് അല്ലെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇനി ബോട്ടുലിസമാണ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. സിഫിലിസ്, ട്രൈപ്പോലിമ പല്ലിടം. ഇനി ഗൊണേറിയ, നൈസീറിയ ഗൊണേറിയ. ക്ലാമീഡിയോ ആസിസ്,
ക്ലാമീഡിയ ട്രാക്കോമാറ്റിസ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ കിങ് ഓഫ് ഡിസീസസ് ആണ് ക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ക്ഷയമാണ്. രോഗം, അതായത് ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗമാണ് ശ്വാസകോശം. ട്യൂബർകുലോസിസ് മെയിൻലി അഫക്ട് ദ ബോഡി പാർട്ട് ലങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്വാസകോശമാണ്. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയ്ക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ്. ട്രീറ്റ്മെൻറ്റ് ഗിവൺ ടു TB പേഷ്യൻസ് ഡോട്ട് ആണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോൺ ആസ് മൾട്ടി ഡ്രഗ് തെറാപ്പി ആണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതിക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ്. ഡോട്ട്സ് ചികിത്സയിൽ ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 5 മരുന്നുകളാണ് ഡോട്ട് ചികിത്സയിൽ ഒരേ സമയം നൽകുന്നത്. നമ്പർ ഓഫ് മെഡിസിൻ ഗിവൺ സൈമിൾട്ടേനിയസ്ലി ഇൻ ഡോട്ട്സ് ട്രീറ്റ്മെൻറ്റ് 5 ആണ്. ഓക്കെ, ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG, അതായത് ബാസിലസ് കാൽമറ്റസ് ഗ്യൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം, ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയമാണ്. അക്കോർഡിംഗ് ടു WHO റിപ്പോർട്ട് ദ ഡിസീസസ് ദാറ്റ് കോസ് ദ മോസ്റ്റ് ഡെത്ത്സ് വേൾഡ് വൈഡ് ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, അടുത്തത് സന്നിപാത ജ്വരം, ടൈഫോയിഡ്. രോഗകാരിയായ ബാക്ടീരിയ ആണ് സൽമൊണല്ല ടൈഫി എന്ന് പറയുന്നത്. അപ്പോൾ സന്നിപാത ജ്വരം, ടൈഫോയിഡ്, രോഗകാരിയായ ബാക്ടീരിയ സൽമൊണല്ല ടൈഫി ആണ്. ഓക്കെ, ഈ ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ഇവ ചെറുകുടലിലേക്കും അവിടെ നിന്നും രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നത്. ഏത്? സന്നിപാത ജ്വരം. നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, 39 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ്, ക്ഷീണം, തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ, മലബന്ധം തുടങ്ങിയവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. രോഗത്തിൻ്റെ കാഠിന്യമേറിയ ഘട്ടങ്ങളിൽ ഇവ കുടലിൽ വ്രണങ്ങൾ ഉണ്ടാക്കുകയും രോഗിക്ക് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് പരിശോധനയിലൂടെയാണ് സന്നിപാത ജ്വരം സ്ഥിരീകരിക്കുന്നത്. വൈഡൽ ടെസ്റ്റ് ആണ് ഈ ഒരു പരിശോധനയ്ക്ക് പറയുന്ന പേര്. ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മേരി മാല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സന്നിപാത ജ്വരമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മേരി മാല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സന്നിപാത ജ്വരമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് ന്യൂമോണിയ. രോഗകാരിയായ ബാക്ടീരിയകൾ സ്പെക്ട്രോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നിവയാണ് രോഗകാരികൾ. ഇനി ഇത് ശ്വാസകോശത്തിലെ വായുവറകളെ ബാധിക്കുന്നു. അണുബാധയുടെ ഫലമായി വായുവറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ന്യൂമോണിയ. ന്യൂമോണിയയുടെ രോഗലക്ഷണങ്ങളാണ് പനി, വിറയൽ, ചുമ, തലവേദന എന്നിവയാണ് ന്യൂമോണിയയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. രോഗം കഠിനമാകുമ്പോൾ ചുണ്ടുകളുടെയും കൈവിരലുകളുടെയും നഖങ്ങളുടെയും ചാരനിറത്തിൽ നിന്ന് നീല നിറത്തിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ രോഗകാരിയായ വ്യക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സ്രവങ്ങളോ അതേപോലെ തന്നെ കണികകളോ ശ്വസിക്കുന്നത് മൂലമല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ അല്ലെങ്കിൽ പാത്രങ്ങളോ പങ്കുവയ്ക്കുന്നത് മൂലമോ ആരോഗ്യവാനായ വ്യക്തിയെ എന്ത് ചെയ്യാം? ഈ രോഗം ബാധിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ന്യൂമോണിയ പഠിച്ചു, സന്നിപാത ജ്വരം പഠിച്ചു, ക്ഷയരോഗം എന്നാന്നുള്ളത് പഠിച്ചു, രോഗവും രോഗകാരികളും ഏതൊക്കെയാണെന്ന് പഠിച്ചു, ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു, അതേപോലെ തന്നെ എപ്പിഡമിക്സ് ഡിസീസസ് ആക്ട് എന്താണെന്നുള്ളത് പഠിച്ചു. കൊറോണ വൈറസ് ആദ്യം മുതൽ അവസാനം വരെ PSC എക്സാമുകളിൽ നിലവിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? COVID-19 ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ നിലവിൽ ഈ പറയുന്ന ഡെങ്കിപ്പനി അതേപോലെ തന്നെ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളും
അവയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ചര്യ രോഗങ്ങൾ പഠിച്ചു, പകരാത്ത രോഗങ്ങൾ, പകരുന്ന രോഗങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ രോഗങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം, ലോകാരോഗ്യ ദിനം എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ എന്താണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ക്ലാസ് മക്കളെ മൊത്തമായി കാണുക. അതിനുശേഷം ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിലുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ പോയി ഇതിൻ്റെ PDF നോട്ട് വായിക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വൈകിട്ട് കൃത്യം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോർഡുണ്ട്, അതിൽ കൂടി അറ്റൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ ക്ലാസ് ഒരു ക്ലാസ് പോലും വിടാതെ കൃത്യമായി പഠിച്ച് അതിൻ്റെ നോട്ട്സ് ഉൾപ്പെടെ പഠിച്ചു പോയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ഏകദേശം ഒരു 70 മാർക്കിന് മുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ആ ക്ലാസ് മാത്രം കണ്ടൊരു ഉദ്യോഗാർത്ഥിക്ക്. കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൻ്റെ അകത്ത് ഞാൻ തുടക്കത്തിലേ മുതൽ തന്നേക്കണതാണ്. നിലവിൽ അതിൻ്റെ നോൺ ഗ്രാമർ ഫുൾ കംപ്ലീറ്റ് ആക്കിയേക്കണതാണ്. ഇംഗ്ലീഷിൻ്റെ നോൺ ഗ്രാമർ, 1 വേർഡ്സ്, അതേപോലെ തന്നെ ഫോറിൻ വേർഡ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസ്, അതേപോലെ നമ്മുടെ നിലവിൽ അന്റോണിയംസ്, സിനോണിയംസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തേക്കണതാണ്, നിലവിൽ കംപ്ലീറ്റ് ചെയ്തേക്കണതാണ് ഇംഗ്ലീഷിലെ നോൺ ഗ്രാമർ. ഇനി മലയാളത്തിലേക്ക് പോകുകയാണെങ്കിൽ മലയാളത്തിൽ പഴഞ്ചൊല്ലുകൾ, അതേപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഈ പറയുന്ന ഒറ്റപ്പദം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്ത് തീർത്തേണ്ട. ഇനി അതിൻ്റെ ഗ്രാമർ ക്ലാസ്സുകൾ അടുത്ത ദിവസം തന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ മാത്സ് മാത്രം കുറച്ച് വിഷയമായിട്ട് നിൽക്കുന്നത്, അത് ഞാൻ കുറേ ചോദ്യങ്ങളും തരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ അതും ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കും. അതിലൊന്നും ഒരു കോംപ്രമൈസും വരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഉറപ്പായും അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഈ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തൊരു എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.